സിദ്ധുവിനെ കണ്ടതും അമ്മുവിന്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി. അവൾ കൈകൾ ഷോളിൽ മുറുക്കി പിടിച്ചുകൊണ്ട് പേടിച്ച് അവനെ നോക്കിക്കൊണ്ടു നിന്നു. സിദ്ധു കാറിൽ നിന്നും ഇറങ്ങി ചുറ്റിനും നോക്കി. പിന്നെ കൈകൾ മാറിൽ കെട്ടി കാറിന്റെ ബോണറ്റിൽ ചാരി നിന്നു. അമ്മു, എന്താ, എന്തു പറ്റി? അവൾ പേടിയോടെ നോക്കുന്നത് കണ്ടതും ആഷിൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ അല്ല, സിദ്ധു സാർ ഇവിടെ. എന്ത് പറയണമെന്ന് അറിയാതെ കുഴഞ്ഞു. അല്ല, ഇത് സിദ്ധു സാറല്ലേ, അമ്മുവിൻ്റെ സാറ്? അശ്വിൻ അതിശയത്തോട് ചോദിച്ചു. ഇവരുടെ കമ്പനിയിലാണ് അമ്മു ഇവളും വർക്ക് ചെയ്യുന്നത്. ആഷിൻ്റെ മമ്മിയും പപ്പയും നോക്കി അശ്വിൻ പറഞ്ഞു. അവർക്ക് എന്താ ഇവിടെ? അമ്മുവിൻ്റെ പപ്പ സംശയത്തോടെ അമ്മുവിനെ നോക്കി. എനിക്കറിയില്ല പപ്പ, അവൾ ദയനീയമായി പറഞ്ഞു. ഞാൻ ഇവരുടെ കമ്പനിയിലല്ലേ വർക്ക് ചെയ്യുന്നത്, തന്നെ തിരക്കി വന്നതാണോ ഇവര്? ആഷിൻ സംശയത്തോടെ അമ്മുവിനെ നോക്കി ചോദിച്ചു. അത് എനിക്കറിയില്ല, അമ്മു പേടിയോടെ പറഞ്ഞു. അശ്വിൻ അപ്പോഴേക്കും സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അശ്വിനെ കണ്ടതും സിദ്ധുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. സിദ്ധു! തരുൺ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചതും സിദ്ധു കണ്ണുകൾ അടച്ച് തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു. അമ്മുവിൻ്റെ ചേട്ടനല്ലേ? അശ്വിനെ കണ്ടതും തരുൺ സംശയത്തോട് ചോദിച്ചു. അതെ സർ, അവനും ചിരിയോടെ പറഞ്ഞു. വാ, കയറി വാ. അശ്വിൻ അവരെ അകത്തേക്ക് വിളിച്ചതും സിദ്ധുവും തരുണും അകത്തേക്ക് കയറി. അവരെ കണ്ടതും ആഷിൻ്റെയും അമ്മുവിൻ്റെയും അച്ഛനും അമ്മയും ഒക്കെ എഴുന്നേറ്റ് അവരെ സംശയത്തോടെ നോക്കി. എല്ലാവരും എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞങ്ങളെ രണ്ടുപേരും ഇവിടെ കണ്ടതുകൊണ്ടാണോ? തരുൺ സംശയത്തോടെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, നിങ്ങൾ വലിയ സാറുമാരല്ലേ, ഇവിടേക്കൊക്കെ? അമ്മുവിൻ്റെ പപ്പ തിരികെ ചോദിച്ചു. അത് പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ ആത്മീയ എന്ന പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ടെന്നും ലീവ് വേണമെന്നും ഇന്നലെ പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് ഈ വഴി ഒരു സൈറ്റ് നോക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ആത്മീയയുടെ ചെക്കനെ ഒന്ന് കാണാമെന്ന് കരുതി, അല്ലേ സിദ്ധു? തരുൺ ചിരിച്ചുകൊണ്ട് സിദ്ധുവിനെ നോക്കി ചോദിച്ചു. എന്നാൽ അവൻ്റെ കണ്ണുകൾ ഒരുങ്ങി ചുരിദാറിൽ സുന്ദരിയായിട്ട് നിൽക്കുന്ന അമ്മുയിലായിരുന്നു. അവളെ കണ്ണെടുക്കാതെ നോക്കുകയായിരുന്നു അവൻ. സിദ്ധു നോക്കുന്നത് കണ്ടതും അമ്മു പേടിയോടെ ഒരു കൈ അവളുടെ ചുരിദാറിൽ ചുരുട്ടിപ്പിടിച്ച് അവനെ നോക്കി. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. അവൻ അവളുടെ മുഖത്തേക്കല്ല ഇപ്പോൾ നോക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായതും അവൻ്റെ കണ്ണുകൾ ചെന്ന സ്ഥലത്തേക്ക് അവളും നോക്കി. അവളുടെ ഇടത് കൈയിൽ പിടിച്ചിരിക്കുകയാണ് ആഷിൻ. അവൾ പെട്ടെന്ന് അവൻ്റെ കൈകൾ വിടിയിച്ചു. അത് കണ്ടതും അവൻ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ ദേഷ്യം കാണുന്തോറും അമ്മുവിന് വല്ലാത്ത പേടി തോന്നി. അമ്മു ദയനീയമായി സോനയെ നോക്കി. സോനയും എന്ത് ചെയ്യണമെന്നറിയാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സിദ്ധു, ഡാ! തരുൺ അവൻ്റെ കയ്യിൽ തട്ടി വിളിച്ചു. സിദ്ധു അമ്മുവിൽ നിന്നും കണ്ണെടുത്ത് അമ്മുവിൻ്റെ പപ്പയിലേക്ക് നോക്കി. ഞങ്ങൾ വെറുതെ ഈ വഴി പോയപ്പോൾ കയറിയതാ. ആത്മീയ വിവാഹം കഴിക്കുന്ന പയ്യനെ ഒന്ന് കണ്ടിരിക്കാലോ എന്ന് കരുതി, സിദ്ധു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് എല്ലാവരും പുഞ്ചിരിച്ചു. അതിനെന്താ, ദേ ഇവനാണ് കക്ഷി, എൻ്റെ ഫ്രണ്ടായിരുന്നു കോളേജിൽ, ഇപ്പോൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുക. അശ്വിൻ ആഷിനെ പരിചയപ്പെടുത്തി പറഞ്ഞതും സിദ്ധു ആഷിനെ നോക്കി. ആഷിൻ അവനെ നോക്കി വലിയ താല്പര്യമില്ലാതെ ചിരിച്ചതും സിദ്ധുവും ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. അപ്പോൾ എങ്ങനെയാ, കല്യാണമൊക്കെ ഉറപ്പിച്ചോ? സിദ്ധു ചിരിയോടെ ചോദിച്ചു. ഉറപ്പിക്കണം സർ, ഇപ്പോൾ ചെക്കനെ പെണ്ണ് സംസാരിക്കാൻ പോവുകയായിരുന്നു. അശ്വിൻ ചിരിച്ചു. ഓ, അങ്ങനെയാണോ? ശരി, എങ്കിൽ ചടങ്ങുകളൊക്കെ നടക്കട്ടെ. ആത്മീയ പോയി സംസാരിക്ക്. സിദ്ധു അമ്മുവിനെ നോക്കി പറഞ്ഞതും സിദ്ധു അവളെ കളിയാക്കുകയാണെന്ന് അമ്മുവിന് നല്ലതുപോലെ മനസ്സിലായി. അമ്മു വാ, ആഷിൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ടതും സിദ്ധു ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി അമ്മുവിനെ നോക്കി. സിദ്ധുവിൻ്റെ ദേഷ്യം കണ്ടതും അമ്മു അവളുടെ കൈ അവൻ്റെ കയ്യിൽ നിന്നും വിടിയിച്ചു. എന്താ അമ്മു? ആഷിൻ സംശയത്തോടെ ചോദിച്ചു. അത് പിന്നെ ഞാൻ വന്നോളാം, ചേട്ടൻ നടന്നോ? അവൾ പറഞ്ഞതും അവൻ സിദ്ധുവിനെ നോക്കിയിട്ട് നടന്നു. അവൾ സിദ്ധുവിനെ മുഖമുയർത്തി നോക്കാൻ നിന്നില്ല. അവൾക്കതിനുള്ള ശക്തിയില്ലായിരുന്നു. അവൾ തല കുനിച്ചുകൊണ്ട് തന്നെ അവൻ്റെ പുറകെ മുറിയിലേക്ക് ചെന്നു. എനിക്ക് ഈ വീട് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാനിതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി കണ്ടോട്ടെ? സിദ്ധു അമ്മുവിൻ്റെ പപ്പയെ നോക്കി ചോദിച്ചു. അതിനെന്താ സർ, കണ്ടോളൂ. അമ്മുവിൻ്റെ പപ്പ പറഞ്ഞതും അവനും തരുണും അവിടെ നിന്നും എഴുന്നേറ്റു. എങ്കിൽ പിന്നെ നിങ്ങൾ കല്യാണക്കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോളൂ, ഞങ്ങൾ പോയൊന്ന് കണ്ടിട്ട് വരാം. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അകത്തേക്ക് കയറി. സോന, നീയും കൂടി അവരുടെ കൂടെ ചെല്ല്. അശ്വിൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവരുടെ പുറകെ വെച്ച് പിടിച്ചു. സർ, സോന വിളിച്ചതും അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. ഞാൻ കാണിച്ചു തരാം വീടൊക്കെ. സോന അവരെ നോക്കി പറഞ്ഞതും സിദ്ധു പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ഈ വീട് കാണാൻ ഞങ്ങൾക്കെന്താ വട്ടാണോ സോന? ഞങ്ങളെന്താ ഈ വീട് വാങ്ങാൻ പോവാണോ? എനിക്ക് കാണേണ്ടത് ഈ വീടൊന്നുമല്ല. ഇവിടെ എനിക്ക് അവകാശപ്പെട്ട് ഒരുത്തിയുണ്ടല്ലോ, അവൾക്ക് അവകാശം ചോദിച്ചു വന്നവനെയാ കാണേണ്ടത്. സിദ്ധു ദേഷ്യത്തോടെ പറഞ്ഞു. സർ, ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. ഇന്നലെ അവളെല്ലാം പറഞ്ഞിട്ടല്ലേ സാറിൻ്റെ അടുത്തു നിന്നും വന്നത്. ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി അവളുടെ പപ്പയും മമ്മിയും ചേട്ടായിയും ഒന്നും വിഷമിപ്പിക്കരുത്. സോന ദയനീയമായി അവനെ നോക്കി പറഞ്ഞു. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വന്നതല്ല, എനിക്ക് അവനെ ഒന്ന് കണ്ട് സംസാരിക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അവരേത് റൂമിലാണ് ഉള്ളത്? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. അത് പിന്നെ ആ റൂമിൽ. സോന അവളുടെ റൂം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും സിദ്ധു അവിടേക്ക് ചെന്നു. സർ, സിദ്ധു സാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? അവൾ നഖം കടിച്ചുകൊണ്ട് തരുണിനോട് ചോദിച്ചു. ആർക്കറിയാം, എനിക്കൊന്നും അറിയില്ല. അവിടെ ഇരുന്ന് എനിക്ക് സ്വസ്ഥത തരത്തില്ല കാലൻ, അതുകൊണ്ടാണ് വിളിച്ചുകൊണ്ട് വന്നത്. അന്നില്ലായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് കയറി വന്നേനെ.
ഒറ്റയ്ക്ക് കയറി വന്നാൽ പിന്നെയുള്ള അവസ്ഥ പറയണോ? ആര് പിടിച്ചാലും നിൽക്കില്ല. ഇതാകുമ്പോൾ വരുന്ന വഴി മൊത്തം ഞാൻ ഉപദേശിച്ചാണ് കൊണ്ടുവന്നത്. ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്നും അവളെ കരയിപ്പിക്കരുതെന്നും ഒക്കെ പറഞ്ഞു. എല്ലാം മൂളി കേട്ടുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ. ഇനിയിപ്പോൾ എന്താകുമെന്ന് ആർക്കറിയാം. തരുൺ പറഞ്ഞതും സോനയൊന്ന് മൂളി. താനെന്താടോ അന്യരുടെ അടുത്ത് നിൽക്കുന്ന പോലെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? ആഷിൻ അവളോടായി ചോദിച്ചു. അത് പിന്നെ ഒന്നുമില്ല ചേട്ടാ. അവളിടയ്ക്ക് വാതിലിലേക്ക് നോക്കിക്കൊണ്ട് അവനോട് മറുപടി പറഞ്ഞു. തനിക്ക് ഈ വിവാഹത്തിന് സമ്മതക്കുറവൊന്നുമില്ലല്ലോ അല്ലേ? തനിക്കറിയാവുന്ന കാര്യമാണല്ലോ എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന്. ഞാൻ 1-2 തവണ അശ്വിനോട് അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അപ്പോഴെല്ലാം അശ്വിൻ തനിക്കൊരു ജോലിയാകട്ടെ, ഇപ്പോൾ ഒരു മാരേജ് വേണ്ട എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പം തനിക്ക് ജോലിയുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഈ പ്രപ്പോസൽ വെച്ചത്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ പറയുന്നത് കേൾക്കുന്നതല്ലാതെ അമ്മു തിരികെ ഒന്നും പറഞ്ഞില്ല. താനെന്താടോ മിണ്ടാൻ നിൽക്കുന്നേ? അവൻ സംശയത്തോട് ചോദിച്ചു. അത് പിന്നെ ചേട്ടാ, എനിക്ക് ചേട്ടനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവൾ പേടിയോടെ ഷാളിൽ കൈകൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി. എന്താ തനിക്ക് പറയാനുള്ളത്? അവൻ കൈകൾ മാറിൽ കെട്ടി അവളോട് ചോദിച്ചു. അത് പിന്നെ അവൾ എങ്ങനെ തുടങ്ങണമെന്നറിയാതെ നിന്നു. പെണ്ണും ചെറുക്കനും സംസാരിച്ചു കഴിഞ്ഞോ? എനിക്ക് അങ്ങോട്ടേക്ക് കയറി വരാവോ? പെട്ടെന്ന് ഗാംഭീര്യം നിറഞ്ഞ സിദ്ധുവിൻ്റെ ശബ്ദം ആ മുറിയിൽ കേട്ടതും അവൾ ഞെട്ടി വാതിൽക്കലേക്ക് നോക്കി. കൈകൾ രണ്ടും വാതിലിൻ്റെ അപ്പുറവും ഇപ്പുറവും പിടിച്ചു നിൽക്കുകയായിരുന്നു അവൻ. അവൻ്റെ ആ നിൽപ്പ് കണ്ട അവളൊന്ന് ഉമിനീരിറക്കി. അവൻ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു. ഞാൻ സിദ്ധാഭിഷേക്, എന്നെ അറിയായിരിക്കുമല്ലോ അല്ലേ? അവൻ ആഷിന് നേരെ കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞതും ആഷിൻ വലിയ താല്പര്യമില്ലാതെ തിരികെ അവനും കൈകൾ കൊടുത്തു. ആഷിൻ അവനും കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. സി മിസ്റ്റർ ആഷിൻ, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അത് പറഞ്ഞതും ആഷിൻ സംശയത്തോടെ അവനെ നോക്കി. അമ്മു പേടിയോടെയും നോക്കി. വളച്ചുകെട്ടില്ലാതെ തന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയാം. എനിക്കിവളെ ഇഷ്ടമാണ്, ഇവൾക്ക് എന്നെയും. ഞാനിവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് താൻ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറണം. ഞങ്ങൾക്കിടയിൽ ഒരു കരടായിട്ട് താൻ വരരുത്. അവൻ ആഷിൻ്റെ ഷർട്ടിൽ പിടിച്ച് ചുളിവുകളൊക്കെ ഒന്ന് നേരെയാക്കിക്കൊണ്ട് പറഞ്ഞു. സാറ് തനിയങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ആഷിൻ അവൻ്റെ കൈകൾ തട്ടിമാറ്റി കുറച്ച് ദേഷ്യത്തോടെ ചോദിച്ചതും സിദ്ധു പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ഇക്കാലം ഇത് ഞാൻ തീരുമാനിച്ചാൽ മതി. ഇനി ആഷിന് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ആയിക്കോളൂ. എനിക്ക് ആഷിനോട് ഇത്രേ പറയാനുള്ളൂ. വെറുതെ എൻ്റെ കയ്യിൽ നിന്നും പണി ഇരുന്ന് വാങ്ങാൻ നിൽക്കരുത്. ബി ഫ്രാങ്ക്, ഇവളെ സ്വന്തമാക്കാൻ ഞാൻ എന്ത് ചീപ്പുകളെയും കളിക്കും. അത്രയ്ക്ക് ഇഷ്ടം എനിക്കിവളെ. താൻ അതിനിടയിൽ വരരുത്. അവൻ കൈ ചൂണ്ടി അവനോട് പറഞ്ഞു. പിന്നെ അമ്മുവിനെ ഒന്ന് നോക്കി. എന്താടി, നിനക്കൊന്നും പറയാനില്ലേ? സിദ്ധു ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അത് പിന്നെ അഭിയേട്ടാ, ഞാൻ പറയാൻ... അവൾ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു. അവനെ കണ്ടപ്പോൾ അമ്മുവിലുണ്ടായ മാറ്റവും അവളുടെ നാവിൽ നിന്നും അഭിയേട്ടാന്നുള്ള വിളിയും കേട്ടതും ആഷിൻ അവളെ നോക്കി. ഇപ്പം മനസ്സിലായി കാണുമല്ലോ ആഷിന് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അതുകൊണ്ട് മര്യാദയ്ക്ക് താനായിട്ട് ഇവിടെ നിന്ന് പിന്മാറിപ്പോയിക്കോ. അതായിരിക്കും തനിക്ക് നല്ലത്. സിദ്ധു പറഞ്ഞതും അമ്മു ഒന്നും മിണ്ടാഞ്ഞതും എല്ലാം ആഷിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ ദേഷ്യത്തോടെ അമ്മുവിനെയും സിദ്ധുവിനെയും നോക്കിയിട്ട് പുറത്തേക്കിറങ്ങി. അവൻ പോകുന്നത് ദയനീയമായും പേടിയോടെയും അമ്മു നോക്കി നിന്നു. ഇനി നിന്നോട് ഇവൻ്റെ മുമ്പിൽ കെട്ടിയൊരുങ്ങി നിൽക്കരുതെന്ന് ഇന്നലെ പറഞ്ഞതാണോ ഞാൻ? അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അത് പിന്നെ അഭിയേട്ടാ, എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ... അവൾ പേടിയോടെ അവനെ നോക്കി പറഞ്ഞു. മിണ്ടരുത്. ഇതിനുള്ള ശിക്ഷ ഞാൻ നാളെ തരും. നീ ഓഫീസിലോട്ട് വാ കേട്ടോ. അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അമർത്തിക്കൊണ്ട് പറഞ്ഞു. വേദന കൊണ്ട് അവളൊന്ന് ഏങ്ങിപ്പോയി. അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ട് അവളുടെ ചുണ്ടിലൊന്ന് കടിച്ചു നുണഞ്ഞു. അവൾ കൈകൾ രണ്ടും അവൻ്റെ ഷർട്ടിൽ അമർത്തി പിടിച്ചു. പിന്നെ അവളെ തള്ളിമാറ്റി അവളെ ഒന്ന് നോക്കിയിട്ട് ദേഷ്യത്തോടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അവൻ പോകുന്നത് നോക്കി നിന്നു. പിന്നെ അവൻ കടിച്ച ചുണ്ടിൽ വിരലുകൾ കൊണ്ട് ഒന്ന് തലോടി. ഇതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരും. നീ ഓഫീസിലോട്ട് വാ കേട്ടോ. അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതിൽ മുഴുകി കേട്ടു. സിദ്ധു ഇറങ്ങിപ്പോയതും സോന അവളുടെ അടുത്തേക്ക് ചെന്നു. എടി, എന്തു പറ്റി? സെർന്തല് പ്രശ്നം ഉണ്ടാക്കിയോ? സോന അവളുടെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ആഷിൻ ചേട്ടനോട് എല്ലാം പറഞ്ഞടി അഭിയേട്ടൻ. എടി, എനിക്ക് പേടിയാവുന്നു. ആഷിൻ ചേട്ടൻ എന്തേലും ചേട്ടായിയോടോ ഇവിടെയോ പറയോ? എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. ഈ അഭിയേട്ടൻ എന്താ സോന? ഞാൻ എങ്ങനെയെങ്കിലും ഇത് മുടക്കില്ലായിരുന്നോ? ഇവിടെ കയറി വന്ന് ഈ ഷോ കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഇതിപ്പോൾ എല്ലാം കുളവാക്കി തരുന്ന ലക്ഷണമുണ്ട്. അതും ഒരുമാതിരി വെല്ലുവിളിക്കുന്നത് പോലൊക്കെ സംസാരിച്ചു. ഇനിയിപ്പോൾ ആ ചേട്ടന് ദേഷ്യമാവില്ലേ? അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു. എടി, സോന അവളെ ദയനീയമായി വിളിച്ചു. എനിക്കറിയില്ല സോന, ഈ അഭിയേട്ടനെ എനിക്ക് മനസ്സിലാവുന്നേയില്ല. ചില സമയം സ്നേഹം കാണിക്കും, ചിലപ്പോൾ വാശി, ചിലപ്പോൾ വേറെന്തോ ഒരു സ്വഭാവം. കുഞ്ഞു കുട്ടികളെപ്പോലെയൊക്കെ എല്ലാത്തിനും അങ്ങ് വാശി കാണിക്കുക. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. നീ വിഷമിക്കാതിരിക്കുക, എല്ലാം വരുന്നത് പോലെ വരട്ടെ. നീ എഴുന്നേക്ക് വാ. സോന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ എഴുന്നേറ്റു.
സിദ്ധു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ദേഷ്യത്തോടെ ഇറങ്ങി വരുന്ന സിദ്ധുവിനെ കണ്ടതും തരുൺ ചോദിച്ചു. എന്ത് പ്രശ്നം? സിദ്ധു അവനെ നോക്കി പുരികം പൊക്കി. പിന്നെന്താ നീ ദേഷ്യപ്പെട്ടിരിക്കുന്നേ? അവനും എന്തോ ദേഷ്യപ്പെട്ടു പോകുന്നത് പോലെ പോയല്ലോ. എനിക്ക് അവളെ കാണുമ്പോഴാ ദേഷ്യം വരുന്നത്. അവന്റെ മുമ്പിൽ കെട്ടി ഒരുങ്ങി നിന്നത് നീയും കണ്ടതല്ലേ. പിന്നെ അവൻ ദേഷ്യപ്പെട്ട ഈ സിദ്ധുവിന് പുല്ല. പിന്നെ അവളെ കാണാൻ ഒരു കൂട്ടർ വരുമ്പോ കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യാതെ അവൾ നിൽക്കണോ? നിനക്ക് ഭ്രാന്താണോ സിദ്ധു? അവളൊന്ന് ഒരുങ്ങി നിന്നെന്നും പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് സംഭവിക്കാനാ? തരുണും ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. എനിക്കതൊന്നും ഇഷ്ടമല്ല. അവൾ വേറൊരുത്തൻ്റെ മുൻപിൽ കെട്ടിയൊരുങ്ങി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവൾ എൻ്റെയാ. എൻ്റെ മുമ്പിലല്ലാതെ വേറെ ഒരുത്തൻ്റെയും മുൻപിൽ അവളങ്ങനെ ഒരുങ്ങി നിൽക്കണ്ട. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. സിധു നീ ഒന്ന് സമാധാനപ്പെട്. കല്യാണം നടന്നിട്ടൊന്നും ഇല്ലല്ലോ. ഒരു പെണ്ണ് കാണൽ ചടങ്ങല്ലേ, നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്യാം. തരുൺ അവനെ സമാധാനപ്പെടുത്തി. ദേ മോൻ വന്നല്ലോ. ആഷിന് ഇറങ്ങി വരുന്നത് കണ്ട് അമ്മുവിൻ്റെ പപ്പ പറഞ്ഞു. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, വൈകിട്ട് വിളിക്കാം. ആഷിൻ്റെ പപ്പ പറഞ്ഞതും അവർ തലയാട്ടി. അവളെവിടെ യാത്ര പറഞ്ഞിട്ട് പോകാം, അവൻ്റെ മമ്മി പറഞ്ഞു. മോളെ അമ്മു. അവളുടെ മമ്മി വിളിക്കുന്ന കേട്ടതും അവൾ ഇറങ്ങി വന്നു. വരുന്ന വഴിയിൽ തരുണും സിദ്ധുവും സംസാരിച്ച് നിൽക്കുന്നത് കണ്ടതും അവൾ സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കുന്നത് കണ്ടതും അവൾ ദയനീയമായി തരുണിനെ നോക്കി. അവനൊന്നുമില്ല ചെല്ല് എന്നുള്ള അർത്ഥത്തിൽ കാണിച്ചതും അവൾ പുറത്തേക്ക് നടന്നു. ഞങ്ങളെങ്കിൽ ഇറങ്ങട്ടെ മോളെ, അമ്മുവിൻ്റെ മമ്മി അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അവരെ നോക്കി തലയാട്ടി. അപ്പോഴേക്കും സിദ്ധുവും തരുണും സോനയും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അവൾ ആഷിനെ നോക്കി. ആഷിൻ അവളെയും സിദ്ധുവിനെയും മാറി മാറി നോക്കി. സിദ്ധു എന്തോ നേടിയതുപോലെ അവനെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു. ആഷിൻ അത് കണ്ട് ദേഷ്യം വന്നെങ്കിലും അവൻ മുഷ്ടി ചുരുട്ടി നിയന്ത്രിച്ചു. അവർ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. കാറിലേക്ക് കയറുന്നതിന് മുൻപും അവൻ അമ്മുവിനെ നോക്കി. അവൾക്ക് അവൻ്റെ നോട്ടം കണ്ട് എന്തോ പോലെ തോന്നി. വാശിയാണോ, ദേഷ്യമാണോ, വിഷമമാണോ, എന്താ അവൻ്റെ മുഖത്തുണ്ടായിരുന്നതെന്ന് അവൾക്ക് ആ നിമിഷം മനസ്സിലായില്ല. സർ എങ്ങനെയുണ്ട്? വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? അവർ പോയതും അശ്വിൻ ചിരിച്ചുകൊണ്ട് സിദ്ധുവിനെ നോക്കി ചോദിച്ചു. അത് പിന്നെ ചോദിക്കാനുണ്ടോ അശ്വിൻ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ വീടും വീട്ടുകാരും ഒക്കെ, അവൻ അമ്മുവിനെ നോക്കി പറഞ്ഞു. 1 വർഷം ആയതേ ഉള്ളൂ സർ വെച്ചിട്ട്. ഇവളുടെ ഇഷ്ടം മാത്രം നോക്കി വെച്ചതാ. ഇവളാണ് കർട്ടൻ പോലെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും അതിലൊരു പങ്കുമില്ല. അശ്വിൻ ചിരിച്ചു. കൊള്ളാം അശ്വിൻ, ഒരു സിമ്പിൾ വീട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വേണം വീടായാൽ, അല്ലാതെ 2 നിലയും കുറേ മുറികളും ഒക്കെ എന്തിനാ? തരുൺ ചിരിച്ചു. മോളെ സാറുമാർക്ക് കുടിക്കാനും കഴിക്കാനും എന്തെങ്കിലും കൊടുക്ക്, ആദ്യമായിട്ട് വന്നതല്ലേ, അമ്മുവിൻ്റെ പപ്പ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. അയ്യോ ഒന്നും വേണ്ട അങ്കിൾ, ഞങ്ങൾ വെറുതെ കയറിയെന്നേ ഉള്ളൂ, ഞങ്ങൾ പോവാ, സിദ്ധു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും നല്ലൊരു ദിവസമായിട്ട് ആദ്യമായിട്ട് വന്നിട്ട് അശ്വിൻ അവനെ നോക്കി. അതൊന്നും സാരമില്ല, ഇനിയും സമയം കിടപ്പുണ്ടല്ലോ അശ്വിൻ, ഞങ്ങൾ വരുന്നുണ്ട്. തന്നെയുമല്ല ആത്മയുടെ വിവാഹ നിശ്ചയം കാണുമല്ലോ അല്ലേ? സിദ്ധു ചിരിച്ചുകൊണ്ട് അമ്മുവിനെ നോക്കി ചോദിച്ചതും അമ്മു അവനെ ദയനീയമായി നോക്കി. എൻഗേജ്മെൻറ്റ് നടത്തണമെന്നുണ്ട്, അടുത്ത മാസത്തേക്ക് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞിട്ട് മാരേജ് മതിയെന്ന് ആഷിൻ്റെ തീരുമാനം, അശ്വിൻ ചിരിയോടെ പറഞ്ഞു. സിദ്ധു അമർത്തി മൂളിക്കൊണ്ട് അവളെ നോക്കിയെങ്കിലും അവൾ അവനെ നോക്കാതെ തന്നെ നിന്നു. ഞങ്ങൾ ഇറങ്ങട്ടെ, തരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സിദ്ധുവും അവരെ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ഇറങ്ങാൻ തുടങ്ങി. ആത്മീയ നാളെ ഓഫീസിൽ വരില്ലേ? സിദ്ധു വീണ്ടും ചോദിച്ചു. വരും, അവൾ പറഞ്ഞു. സിദ്ധു അവളെ നോക്കിയിട്ട് കാറിലേക്ക് കയറി. അവർ പോയതും അമ്മു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവിടേക്കിരുന്നു. അമ്മു, നിന്റെ സാറ് ഭയങ്കര കൂളാണല്ലോ അല്ലേ? പാവ സാറ്. ഇതൊക്കെ അനുഭവിച്ചതാ ഈ വയസ്സിൻ്റെ ഇടയിൽ. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും എങ്ങനെയാ ഒരാളോട് പെരുമാറേണ്ടതെന്നൊക്കെ സാറിന് നന്നായിട്ടറിയാം. നമ്മളെപ്പോലുള്ള പാവങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ വരാൻ തോന്നുന്നത് തന്നെ വലിയ കാര്യമാണ്. സാറിന് വേണമെങ്കിൽ ഇവിടെ കയറാതെ പോകാമായിരുന്നു. നീ ഇന്നലെ പറഞ്ഞത് ഓർത്തു വെച്ചിട്ട് സാറിന് കയറാൻ തോന്നിയില്ലേ അല്ലേ പപ്പേ? അശ്വിൻ അയാളെ നോക്കി. അതേ മോനെ, പക്ഷെ നമുക്ക് സാറിന് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ഒരു ചായ പോലും കൊടുക്കാൻ പറ്റിയില്ല, അവളുടെ പപ്പ വിഷമം പറഞ്ഞു. അത് സാരമില്ല പപ്പേ, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ദിവസം സാറിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാം, എന്നിട്ട് സാറിന് ഫുഡ് കൊടുക്കാം. പപ്പയുടെ അഭിപ്രായം? അശ്വിൻ അയാളെ നോക്കി ചോദിച്ചു. സാർ അങ്ങനെയൊക്കെ വരുമോ നമ്മളൊക്കെ വിളിച്ചാ? അവളുടെ പപ്പ സംശയത്തോടെ തിരികെ ചോദിച്ചു. സിദ്ധു സാറിന് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ, സാറ് പാവാ. സോന പറഞ്ഞതും അമ്മു തല ഉയർത്തി അവളെ നോക്കി. അവൾ നാക്ക് കടിച്ചു. അമ്മു, എങ്കിൽ നീ ഒരു കാര്യം ചെയ്, നീ നാളെ ഓഫീസിലേക്ക് പോകുമ്പോൾ സാറിനോടൊന്ന് ചോദിച്ചു നോക്ക്, ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് വരാമോ? അത് സാറ് വരുമോന്ന് അറിയില്ല. വരുമെന്ന് സോന പറഞ്ഞില്ലേ, നീ ഒന്ന് ചുമ്മാ ചോദിച്ചു നോക്ക്, ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട, വരുവാണെങ്കിൽ വരട്ടെ, നമുക്ക് നല്ലതല്ലേ, ഒരു നേരത്തെ ആഹാരം നമുക്ക് കൊടുക്കാലോ, അശ്വിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മു തലയാട്ടി.